ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗീതം മന്ധരധരരെ എന്ന് തുടങ്ങുന്ന കാംബോജി രാഗത്തിലുള്ള ഗീതമാണ്. ആദി താളത്തിലാണ് ഈ ഗീതം. മന്ധരധരരെ മോക്ഷമുരാരെ എന്നാണ് ഇതിൻ്റെ തുടക്കം. ഈ ഗീതം തുടങ്ങുന്ന മുമ്പ് നമ്മൾ ഈ കാംബോജി രാഗത്തിൻ്റെ ആരോഹണ അവരോഹണം വായിക്കാം. ഈ രാഗത്തിലുള്ള വിശേഷ പ്രയോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നോക്കാം. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണത്തിൽ ആരോഹണം നിഷാദം ഇല്ല, സരിഗമ പദസ എന്നാണ്. അവരോഹണം സമ്പൂർണ്ണമാണ്, സനിദപ മകരിസ. സ്വരസ്ഥാനങ്ങൾ ആരോഹണത്തിൽ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം. അവരോഹണത്തിൽ താരസ്ഥായി ഷഡ്ജം, കൈശികി നിഷാദം, ചതുശ്രുതി ദൈവതം, പഞ്ചമം, ശുദ്ധമധ്യമം, അന്തർഗാന്ധാരം, ചതുശ്രുതി ഋഷഭം. ഈ രാഗം 28ാമത്തെ ജനകരാഗമായ ഹരികാംഭോജി എന്നുള്ള രാഗത്തു നിന്ന് ഉദ്ഭവിച്ചതാണ്. ഹരികാംഭോജി രാഗത്തിൽ കൈശികി നിഷാദമാണ്. എന്നാൽ ചില പ്രയോഗങ്ങളിൽ കാംഭോജി രാഗത്തിൽ കാകലി നിഷാദം ഉപയോഗിക്കും. ഇങ്ങനെ ഒറിജിനൽ ജനകരാഗത്തിൽ ഇല്ലാത്ത ഒരു സ്വരം ഉപയോഗിക്കുന്നത് നമ്മൾ അന്യസ്വര പ്രയോഗം എന്നാണ് നമ്മുടെ സംഗീത ഭാഷയിൽ പറയുക. ഇതിൽ കാംബോജി രാഗത്തിൽ കാകലി നിഷാദം ഒരു അന്യസ്വരമാണ്. ഈ അന്യസ്വര പ്രയോഗം വരുന്ന സ്വരങ്ങൾ സനിപ, അതായത് താരസ്ഥായി ഷഡ്ജത്തിലോ അല്ലെങ്കിൽ മധ്യസ്ഥായി ഷഡ്ജത്തിൽ നിന്നും സനിപ എന്നുള്ള പ്രയോഗം വരുമ്പോൾ കാകലി നിഷാദമാണ് വരിക. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ആദ്യം ആരോഹണ അവരോഹണം വായിക്കാം. ഇതാണ് ആരോഹണ അവരോഹണം. ഒന്നുകൂടി വായിക്കാം. ആരോഹണം വായിക്കുമ്പോൾ ഗമപ വായിക്കുമ്പോൾ മധ്യമം ഗാന്ധാരം മെട്ടിൽ തള്ളി വായിക്കണം. ഇത് ഗ, ഇതാണ് ഗമപ. അതാണ് നമ്മൾ ആരോഹണം വായിക്കുമ്പോൾ അതുപോലെ ദൈവതം, ചതുശ്രുതി ദൈവതം വായിക്കുമ്പോൾ പഞ്ചമത്തിൽ നിന്ന് വരണം, ദൈവതം തള്ളി വായിക്കണം. ഇതാണ് ദൈവതം. അവരോഹണം വായിക്കുമ്പോൾ കൈശികി നിഷാദം ചതുശ്രുതി ദൈവതം മെറ്റിൽ തള്ളി വായിക്കണം, ഷഡ്ജത്തിൽ നിന്ന് വരണം. അതായത് ഇത് സ, ഇത് കൈശികി നിഷാദം, ഇത് ചതുശ്രുതി ദൈവതം. ആദ്യം സ വായിച്ചിട്ട് കൈശികി നിഷാദം, അവിടുന്ന് വന്ന് ചതുശ്രുതി ദൈവതം മെറ്റിൽ കുറച്ച് തള്ളി വായിക്കണം എന്നാണ് വായിക്കേണ്ടത്. അതുപോലെ മാഗ എന്നുള്ളത് ഗാന്ധാരത്തിൽ വായിക്കാം, പഞ്ചമത്തിൽ നിന്ന് വരണം.
ഇതാണ് കാംബോജി രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം. ഇനി ഈ ഗീതം തുടങ്ങുന്നത് താരസ്ഥായി ഷഡ്ജത്തിൽ നിന്നാണ്. സാ നിപ ദദസ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാ നിപ എന്നുള്ള പ്രയോഗം വരുമ്പോൾ കാക്കലി നിഷാദമാണ് വരിക. എന്നാണ് ആ നീ വായിക്കേണ്ടത്. ഇത് കാംബോജി രാഗത്തിലെ ഒരു അന്യസ്വരമാണ്. ഇങ്ങനെ അന്യസ്വരം വരുന്ന രാഗങ്ങളെ ഭാഷാംഗരാഗങ്ങൾ എന്നാണ് സംഗീത ഭാഷയിൽ പറയുക. ഈ ഒരൊറ്റ പ്രയോഗം ഈ കാംബോജി രാഗത്തിൽ എപ്പോഴും സനിപ എന്ന പ്രയോഗം വരുമ്പോൾ കാക്കല നിഷാദം വായിക്കണം. അതും ഷഡ്ജത്തിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. ഇപ്പോൾ സാ ഇതാണ് കാക്കല നിഷാദം. പക്ഷേ ഈ നിഷാദം ഇങ്ങനെ ഒറ്റയ്ക്ക് വായിക്കലില്ല. നിസ എന്ന് വായിക്കണം. ഈ നീ സാലെ പോയി ചേരണം. അങ്ങനെയാണ് നീ വായിക്കുക. ഇതാണ് സനിപ എന്നുള്ള പ്രയോഗത്തിൽ അന്യസ്വരമായ കാക്കല നിഷാദം വായിക്കുന്ന രീതി. ഇതാണ് സനിപ. ഈ പ്രയോഗം വെച്ചിട്ടാണ് ഈ ഗീതം തുടങ്ങുന്നത്. സാനിപ ദദസ മന്ധര ധരരെ എന്നാണ് ഇതിൻ്റെ സാഹിത്യം. അടുത്തത് ദസരിഗ മാ മാ രി എന്നാണ് സ്വരം. മോക്ഷമുരാരെ എന്നാണ് സാഹിത്യം. ഇതിൽ ഈ മോ എന്നുള്ള അക്ഷരം 2 സ്വരങ്ങളാണ്. ദ സ എന്നാണ്. അപ്പോൾ സാ മീട്ടാതെ വായിക്കണം. നമ്മൾ നേരത്തെ ആരോഹണം വായിച്ചപ്പോൾ പറഞ്ഞ പോലെ ദൈവത്വം പഞ്ചമത്തുനിന്ന് വരണം. ഷഡ്ജം മീട്ടാതെ വായിക്കണം. എന്നാണ് മോക്ഷ എന്നുള്ള വാക്കിൽ മോ എന്നുള്ള അക്ഷരം കേൾക്കുന്നത്. ദസരി എന്നാണ്. ദസരി എന്നാണ് കേൾക്കേണ്ടത്. ആദിതാളമായതുകൊണ്ട് ലഘുവിൽ 8 അക്ഷരവും 2 ധൃതം 4 അക്ഷരം വെച്ചിട്ടാണ് താളമിടേണ്ടത്. സനിപദദസ ഇതാണ് ലക്ഷണം. ഇത് ലഘുവാണ്, 8 അക്ഷരം. അടുത്ത 8 അക്ഷരം 4 ആയിട്ട് 2 ധൃതങ്ങളായിട്ടാണ് വരിക. ദസരിഗ എന്നുള്ളത് 4 അക്ഷരവും മാ മാ രി എന്നുള്ളത് 4 അക്ഷരവും. ഇതാണ് ഒരു താളവട്ടം. ഒരു ലഘുവും 2 ധൃതവും. ഒന്നിച്ച് വായിക്കാം. ഒന്നുകൂടി.
പിന്നെയുള്ള സാഹിത്യം ദൈത്യകുലാന്തക പാവനമൂർത്തെ എന്നാണ്. സരി സസ നീദപ ദൈത്യകുലാന്തക. സരി സസ നീദപ. ഇവിടെയും സാഹിത്യം അക്ഷരം ഇല്ലാത്ത സ്വരം മീട്ടാതെ വായിക്കുക. ദൈ എന്നുള്ളത് 2 സ്വരമാണ്. അപ്പോൾ റി എന്നുള്ളത് മീട്ടാതെ വായിക്കണം എന്നാണ്. ദൈത്യകുലാന്തക. പാവനമൂർത്തെ ദാപ മഗ ഗമപ. ദാപ ഒരു മീട്ടിൽ വായിക്കുക. ദാപ മഗ മാപ പാവനമൂർത്തെ. ഇവിടെയും ദൈത്യകുലാന്തക ലഘുവാണ്. പാവനമൂർത്തെ എന്നുള്ളത് 2 ധൃതമാണ്. അപ്പോൾ 8, 4, 4 താളം ഇടുക. ഈ 2 ലൈനും നമുക്ക് ഒന്നിച്ച് വായിക്കാം. അതായത് മന്ധരധരരെ മോക്ഷമുരാരെ ദൈത്യകുലാന്തക പാവനമൂർത്തെ. ആദ്യ താളമാണ്. 8, 4, 4 ആയിട്ട് ലഘുവും 2 ധൃതമായിട്ട് താളമിട്ട് സാഹിത്യത്തിലുള്ള അക്ഷരങ്ങളനുസരിച്ച് മീട്ടി വായിക്കുക. ഇതാണ് ഈ ഗീതത്തിലുള്ള ആദ്യ ഭാഗം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഇപ്പോൾ ഇത് ഒന്നുകൂടി കാംബോജ് രാഗത്തിൻ്റെ ആരോഹണ അവരോഹണവും ആദ്യത്തെ 2 താളവട്ടവും ഗീതം ഒന്നുകൂടി വായിക്കാം.